നമസ്കാരം. ആഭ്യന്തര വിപണിയിൽ എന്ന പോലെ അന്താരാഷ്ട്ര വിപണിയിലും സ്വർണ്ണവില മുകളിലേക്ക് കുതിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഡൊണാൾഡ് ട്രംപ് വീണ്ടും എത്തിയതോടെ അന്താരാഷ്ട്ര വ്യാപാര മേഖലയിൽ നിരവധി ആശങ്കകൾ ഉടലെടുത്തിരുന്നു. ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചതടക്കമുള്ള ട്രംപിന്റെ നടപടികൾ ആഗോള സ്വർണ്ണ വിപണിയെ കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ട്. അതേസമയം സ്വർണ്ണവിലയിലെ വർധന ജ്വല്ലറിക്കാരെ സംബന്ധിച്ചിടത്തോളം സമ്മിശ്രമായ അനുഭവമാണ് സമ്മാനിക്കുന്നത്. വില കൂടുന്ന സമയത്തും സ്വർണം വാങ്ങാനെത്തുന്നവരുടെ ഡിമാൻഡിൽ കാര്യമായ ഇടിവ് ഉണ്ടായിട്ടില്ല. അതിനാൽ തന്നെ സ്വർണ്ണ വിൽപ്പന ജ്വല്ലറികളിൽ യഥേഷ്ടം നടക്കുന്നുമുണ്ട്. എന്നാൽ അതേസമയം തന്നെ പഴയ സ്വർണം വിൽക്കാനും എത്തുന്നവരും ജ്വല്ലറികളിലേക്ക് കുതിക്കുന്നുണ്ട്. ലണ്ടനിൽ സ്വർണം വിൽക്കാൻ വരുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് എന്നാണ് ഡെയിലി സബാഹ് റിപ്പോർട്ട് ചെയ്യുന്നത്. ജോലി നഷ്ടപ്പെട്ടവർ പഴയ സ്വർണം വിറ്റാണ് വരുമാനം കണ്ടെത്തുന്നത് എന്ന് ഡെയിലി സബാഹ് റിപ്പോർട്ടിൽ പറയുന്നു. 1996 60 പൗണ്ടിന് സ്വർണ്ണ നാണയം വാങ്ങിയ ഒരു സ്ത്രീക്ക് അത് വിറ്റപ്പോൾ 550 പൗണ്ടാണ് ലഭിച്ചത്. ഇതാണ് ആളുകളെ സ്വർണം വിൽക്കുന്നതിലേക്ക് ആകർഷിക്കുന്നത്. ആഗോള ഡിമാൻഡ് 4974 ടൺ എന്ന എക്കാലത്തെയും ഉയർന്ന നിലയിൽ എത്തിയതോടെ കഴിഞ്ഞ വർഷം സ്വർണത്തിന്റെ വില റെക്കോർഡ് ഉയരത്തിലെത്തി എന്നാണ് വേൾഡ് ഗോൾഡ് കൗൺസിൽ അടുത്തിടെ പുറത്തിറക്കിയ വാർഷിക റിപ്പോർട്ടിൽ പറയുന്നത്. 2025 ഇതേ പ്രവണതയാണ് സ്വർണ്ണ വിപണിയിൽ ഉണ്ടാവുക എന്നാണ് വേൾഡ് ഗോൾഡ് കൗൺസിൽ പറയുന്നത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച സ്വർണം ഒരു ഔൺസിന് $2,900 അടുത്തെത്തിയിരുന്നു. ഭൗമരാഷ്ട്രീയവും സാമ്പത്തികവുമായ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ സെൻട്രൽ ബാങ്കുകൾ വലിയ അളവിൽ സ്വർണം വാങ്ങുന്നുണ്ട്. സ്വർണം അതിനാൽ തന്നെ സുരക്ഷിത നിക്ഷേപമായി കണക്കാക്കപ്പെടുന്നു. വേൾഡ് ഗോൾഡ് കൗൺസിൽ അനുസരിച്ച് 2024 ആഭരണങ്ങളുടെ ആഗോള ആവശ്യം 11% കുറഞ്ഞു. അതേസമയം കേരളത്തിൽ സ്വർണ്ണവില ഇന്നും ഉയർന്നു. ആഗോള വിപണിയിൽ വില കുതിക്കുന്നതിന് അനുസരിച്ച് കേരളത്തിലും നിരക്ക് കൂടുകയാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര പോര് രൂക്ഷമായതാണ് സ്വർണത്തിലേക്ക് കൂടുതൽ പേർ ആകർഷിക്കപ്പെടാനും വില കൂടാനും കാരണം. സാധാരണക്കാർക്ക് വാങ്ങാൻ സാധിക്കാത്ത വിലയിലേക്കാണ് സ്വർണം എത്തിയിരിക്കുന്നത്. ഇനിയും വില കൂടുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. ആഗോളതലത്തിൽ സ്വർണത്തിന് ആവശ്യക്കാർ ഏറി വരികയാണ്. വില പരിധി വിടുമ്പോൾ വിറ്റഴിക്കൽ നടന്നാൽ മാത്രമാണ് ഇനി വില കുറയ്ക്കാൻ സാധ്യതയുള്ളത്. അല്ലെങ്കിൽ ഡോളർ വൻതോതിൽ കരുത്തു കൂടണം. നിലവിലെ സാഹചര്യത്തിൽ രണ്ടും സാധ്യമല്ലെന്നതാണ് പറയപ്പെടുന്നത്. കേരളത്തിൽ ഇന്ന് ഒരു പവൻ സ്വർണത്തിന് 63,840 രൂപയാണ്. 22 കാരറ്റ് സ്വർണത്തിന്റെ വിലയാണിത്. 91% സ്വർണവും ബാക്കി ചെമ്പ് ഉൾപ്പെടുന്ന ലോഹങ്ങളും ചേർന്നതാണ് 22 കാരറ്റ് സ്വർണം. ഗ്രാമിന് 35 രൂപ വർദ്ധിച്ച് 7,980 രൂപയായി. പവന് 280 രൂപയാണ് ഇന്ന് കൂടിയിരിക്കുന്നത്. അതേസമയം കേരളത്തിൽ ഇന്ന് വെള്ളിയുടെ വിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 106 രൂപയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് ഒരു പവൻ സ്വർണം ആഭരണം വാങ്ങുന്നവർക്ക് 70,000 രൂപ ചെലവ് വരും. കുറഞ്ഞ പണിക്കൂലിയും GSTയും ഹോൾമാർക്കിംഗ് ചാർജും ചേരുമ്പോഴാണിത്. ഡിസൈൻ കൂടുതലുള്ള ആഭരണങ്ങൾക്ക് പണിക്കൂലി കൂടും. മാത്രമല്ല കുറഞ്ഞ അളവിലുള്ള ആഭരണങ്ങൾക്കും പണിക്കൂലി കൂടുതലാണ്. അതേസമയം പഴയ സ്വർണം ഇന്ന് വിൽക്കുന്നവർക്ക് പവന് 2,500-നും 1,250-നും ഇടയിൽ കുറച്ചുള്ള സംഖ്യ ലഭിക്കും.